അപ്പൊ ഫെമിനിസത്തെ കുറിച്ച് എന്ത് പറയും? ആ ഫെമിനിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിനോട് എനിക്ക് താല്പര്യമില്ല. അല്ല അപ്പൊ അവര് പറയുന്നതിന് എന്താണ്? അല്ല, ഫെമിനിസ്റ്റുകൾ എന്താ ആക്ച്വലി പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലേ? എനിക്ക് എന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഫെമിനിസ്റ്റുകൾ എപ്പോഴും പുരുഷന്റെ സ്ത്രീയുടെ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ടീമല്ലേ ഈ ഫെമിനിസ്റ്റുകൾ? ഇതിൽ ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എങ്ങനെ ഈക്വൽ ആവണേ? പുരുഷന് സ്ത്രീ എങ്ങനെ ഈക്വൽ ആവുന്നത്? ഒരിക്കലാവില്ല. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഫെമിനിസം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സമത്വത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ആശയധാര തന്നെയാണ്. ഫെമിനിസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമാന അവകാശങ്ങള്, സമാന സാധ്യതകള്, സമാന സ്വാതന്ത്ര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുക എന്നതാണ്. എന്നാൽ ഇത് സമത്വം മാത്രമാണോ? സ്ത്രീകളുടെ അവകാശങ്ങളും അവകാശ ലംഘനങ്ങളും അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സ്വാധീനവും കൂടി ചേർന്നിട്ടുള്ള ഒരു ആശയധാര കൂടിയാണ്. അതിൽ പ്രധാനമായിട്ട് സ്നേഹം, കൂട്ടായ്മ, അന്യായങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കുക, ഇതൊക്കെ അതിൽ പെടുന്ന കാര്യങ്ങളാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവകാശങ്ങളും അവസരങ്ങളും ലഭ്യമാക്കുക, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനായി അവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുക, സ്ത്രീകളുടെ അധികാര ലംഘനവും അതുമൂലം അവർ നേരിടുന്ന തർക്കങ്ങളും പ്രക്ഷോഭങ്ങളും കുറക്കുക. ഫെമിനിസം വെറും സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒന്നല്ല, അത് സമൂഹത്തിന്റെ മൊത്തം നീതിയുടെയും സമത്വത്തിന്റെയും ആശയമാണ്. വ്യക്തിത്വ വികസനം, സാംസ്കാരിക വളർച്ച, സാമൂഹ്യ വളർച്ച, പ്രവർത്തന മേഖലകളിലെ വളർച്ച, തൊഴിലിടങ്ങളിലെ വളർച്ച, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുമായി കൂട്ടിച്ചേർന്നുകൊണ്ടിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള നീതിയും സമത്വവും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഫെമിനിസം എന്നതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതി എന്നിവ ഉറപ്പാക്കുകയാണ് ഫെമിനിസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.